എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കമ്പനി ബോർഡ് LTSന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LTS റാങ്ക് ഫെയിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സിലബസ് കവർ ചെയ്തിട്ടുണ്ട്, ന്യൂ SCRT ഫാക്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത റാങ്ക് ഫെയിൽ ആണിത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും. സോ ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ SCRT പഠിക്കാതെ എങ്ങനെയാ PSC പരീക്ഷയ്ക്ക് പോവുക അല്ലേ? അപ്പോൾ ഇപ്പോൾ നടന്ന പരീക്ഷകളിലും ഒരുപാട് SCRT കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും പുതിയ ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCRT ബുക്കുകൾ പുറത്തിറക്കുകയാണ്. അതായത് അറിവിടം എന്ന് പറയുന്ന പേര് ടാലന്റിന്റെ SS അതുപോലെ തന്നെ സയൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇതിൽ SCRT ടെക്സ്റ്റ് ബുക്കുകളുടെ ആ ഒരു ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ദെൻ ലേണിംഗ് റൂം ഫാക്ടർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുക. ആദ്യം നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിജ്ഞാപനം ഉടനെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ കൺഫേം ആണ്. റസൂൽ പൂക്കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. അത് കൺഫേം ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒരു ന്യൂസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു മാത്രം. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എന്താണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപ് സംവിധായകൻ രഞ്ജിത്ത് ആയിരുന്നു അതിന്റെ എന്തെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് അവിടെ വേക്കന്റ് ആയിരുന്നു. സോ ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിയമനം നടക്കാനായിട്ട് പോകുന്നത്. ദെൻ ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി എല്ലാവർക്കും അറിയാലോ അല്ലെ, കാരണം ഇദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട് ശബ്ദമിശ്രണത്തിന്. ഏത് വർഷം? 2009 എന്ത് ചെയ്തിട്ടുണ്ട്, റസൂൽ പൂക്കുട്ടിക്ക് ഈ പറയുന്ന ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നിയമനം എന്ന് പറയുന്നത് 8ാം ശമ്പള കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 8ാമത് കേന്ദ്ര ശമ്പള കമ്മീഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അധ്യക്ഷനും അതുപോലെ തന്നെ 2 അംഗങ്ങളും ഉൾപ്പെട്ടതാണ് ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ഇതാണ്, 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? അപ്പോൾ ഇതാണ് 8ാമത് ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് 8ാമത് ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഇതൊരു കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്, അതായത് മേ ബി നിയമനം ആകാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ്? അപ്പോൾ നമ്മുടെ BR ഗവായ് അറിയാലോ, നിലവിലെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത്, BR ഗവായ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ കാലയളവ് അടുത്ത മാസം അതായത് നവംബറിൽ എന്ത് ചെയ്യും, അവസാനിക്കും. സോ അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരേണ്ട ആവശ്യമുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് BR ഗവായ് എന്ത് ചെയ്തിരിക്കുകയാണ്, സൂര്യകാന്തിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അപ്പോ അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? അത് ഈ പറയുന്ന സൂര്യകാന്ത് ആണ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ഥാനമേക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഈ പറയുന്ന സൂര്യകാന്ത് ഹരിയാന സ്വദേശിയാണ്. അത് മാത്രമല്ല ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകുകയാണെങ്കിൽ ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന നേട്ടം കൂടി സൂര്യകാന്തിന് എന്ത് ചെയ്യും, സ്വന്തമാവും. സോ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ്? അപ്പോൾ എന്താണ്, റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്ന 3ാമത്തെ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്, ദ്രൗപദി മുർമു. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക, റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഇനി യുദ്ധവിമാനത്തിൽ പറക്കുന്ന 3ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. 2006 അദ്ദേഹം സുഖോയ് യുദ്ധവിമാനത്തിലാണ് എന്ത് ചെയ്തത്, പറഞ്ഞത്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ രണ്ടാമത് നോക്കുവാണെങ്കിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഭ പാട്ടീലാണ്. ആരാണ്? പ്രതിഭ പാട്ടീലാണ്. 2009 പ്രതിഭ പാട്ടീലും എന്ത് ചെയ്ത യുദ്ധവിമാനത്തിൽ പറഞ്ഞത്, അതും സുഖോയ് യുദ്ധവിമാനത്തിൽ തന്നെയാണ്. സോ ഇപ്പോ എന്ത് ചെയ്തിരിക്കുന്നു, 2025 എന്ത് ചെയ്യുകയാണ്, റാഫേൽ യുദ്ധവിമാനത്തിൽ നമ്മുടെ ദ്രൗപദി മുർമു പറഞ്ഞിരിക്കുകയാണ്. സോ റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇനി ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്ന
പറക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് APJ അബ്ദുൽ കലാമാണ്. ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിഭ പാട്ടീലാണ്. സോ ഇത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇവിടെ പറഞ്ഞത് റാഫേലിന്റെ കാര്യമാണ്. മറ്റ് രണ്ടുപേരും പറഞ്ഞത് ഏത് യുദ്ധവിമാനത്തിലാണ്? സുഖോയിലാണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമാണ്? അപ്പൊ എന്താണ് ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമാണ്? അത് സൗദി അറേബ്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2034 ഫിഫ വേൾഡ് കപ്പ് നമുക്കറിയാം അല്ലെ. 2034 ഫിഫ പുരുഷ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്കൈ സ്റ്റേഡിയം സജ്ജമാക്കുകയാണ്. അതായത് 2027 കൂടി അതിന്റെ പണികൾ തുടങ്ങി 32 കൂടി പണികൾ പൂർത്തിയാക്കണം എന്നാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം എവിടെയാണ്? സൗദി അറേബ്യ. ദെൻ ഒരു ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ്. അതായത് 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? അത് മെലീസ. എന്താണ്? മെലീസ എന്നാണ്. അപ്പൊ ഈ ഒരു കാറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചുഴലിക്കാറ്റിന് ഇപ്പോൾ കാറ്റഗറി 5ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റഗറി 5ൽ ഉൾപ്പെടുത്തപ്പെട്ട കാറ്റാണ് ഏതെന്ന് പറയുന്നത്? മെലീസ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അപ്പൊ ഈ ചുഴലിക്കാറ്റുകളെ തന്നെ അവയുടെ വേഗതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും തീവ്രത കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തി കൂടിയ കാറ്റുകളാണ് ഏതിൽ വരുന്നത്? കാറ്റഗറി 5ൽ വരുന്നത്. അതായത് 252 കിലോമീറ്ററോ അതിന് മുകളിലോ സ്പീഡുള്ള കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? കാറ്റഗറി 5ൽ വരിക. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്കറിയാം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കേരളം മൊത്തം എവിടെയായിരുന്നു? കുട്ടികളുടെ പിറകെയായിരുന്നു അല്ലെ. സ്കൂൾ കായികമേള നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് സമാപിച്ചിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അല്ലെങ്കിൽ 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള 2025 എവിടെ വെച്ച് നടന്നു? തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അതിൽ ഓവറോൾ നേടിയത് ആരാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ഓവറോൾ നേടിയത് തിരുവനന്തപുരമാണ്. എന്നാൽ അത്ലറ്റിക്സിൽ ഓവറോൾ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ അത്ലറ്റിക്സ് എന്നാണ് ചോദ്യമെങ്കിൽ എന്താണ്? അത് മലപ്പുറമാണ്. എന്നാൽ ഓവറോൾ എന്നാണ് ചോദ്യമെങ്കിൽ തിരുവനന്തപുരമാണ്. അപ്പോൾ ഓവറോൾ നേടിയ തിരുവനന്തപുരവും അത്ലറ്റിക്സ് മലപ്പുറമാണ്. സോ ഇവിടെ തിരുവനന്തപുരം ഓവറോൾ നേടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ഇവിടുത്തെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ആരാണ്? തൃശ്ശൂരാണ്. ദെൻ മൂന്നാം സ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂർ. അപ്പൊ രണ്ടാം സ്ഥാനം തൃശ്ശൂരും മൂന്നാം സ്ഥാനം കണ്ണൂരുമാണ്. ഈ കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതിനൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റു കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തെടുക്കാം. അതായത് ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന രണ്ടാമത്തെ സ്കൂൾ കായികമേളയാണ് 2025 കാരണം 2024 ഓൾറെഡി തന്നെ ഒളിമ്പിക്സ് മാതൃകയിൽ ഒരെണ്ണം നടന്നു കഴിഞ്ഞു അല്ലെ. അത് എറണാകുളത്ത് വെച്ചായിരുന്നു, നമുക്കറിയാം അല്ലെ. അപ്പോ ഇപ്പോൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന രണ്ടാമത്തെ സ്കൂൾ കായികമേളയാണ് 2025. ദെൻ ഇതിന്റെ ഭാഗ്യ ചിഹ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താ? തങ്കു അല്ലെ. തങ്കു എന്ന് പറയുന്ന മുയലാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. തങ്കു എന്ന് പറയുന്ന മുയലാണ് ഭാഗ്യചിഹ്നം. ദെൻ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സഞ്ജു സാംസൺ അല്ലെ. സഞ്ജു സാംസൺ ആണ് ബ്രാൻഡ് അംബാസിഡർ. ദെൻ ഗുഡ്വിൽ അംബാസിഡർ ആരാ? അത് കീർത്തി സുരേഷ് ആണ്. കീർത്തി സുരേഷ് ആണ് ഗുഡ്വിൽ അംബാസിഡർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അതിനൊപ്പം ഒരു കാര്യം കൂടി 2026 നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ 68ാമത് എന്താണ് സ്കൂൾ ഗെയിംസ് സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണെന്ന് കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നടക്കാൻ പോകുന്നത് കണ്ണൂർ വെച്ചാണ്. എവിടെയാണ്? കണ്ണൂർ വെച്ചാണ് നടക്കാൻ പോവുക. അപ്പോൾ 2026 അല്ലെങ്കിൽ 68ാമത് സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? കണ്ണൂരാണ്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി പറഞ്ഞ കാര്യം. അത് ഒരു ഈവന്റ് ആണ്, അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതായത് 4ാമത് സാഫ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ 2025 നടന്ന സാഫ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചായിരുന്നു? ജാർഖണ്ഡ് ആണല്ലേ. നമ്മൾ പറഞ്ഞതല്ലേ, ജാർഖണ്ഡിൽ വെച്ചാണ് നടന്നത്. അതിന്റെ ഭാഗ്യചിഹ്നവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡാൽമ എന്ന് പറയുന്ന ഒരു ആനയാണ് അതിന്റെ ഭാഗ്യചിഹ്നം. ഇത്രയും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. അപ്പോൾ 4ാമത് സാഫ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ 2025 നടന്ന എന്ത് സാഫ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ജാർഖണ്ഡ്, ഡാൽമ ഭാഗ്യചിഹ്നം. അപ്പൊ അതിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരാണ്? അത് ഇന്ത്യയാണ്. അപ്പൊ മെഡൽ ടേബിളിൽ ഒന്നാമത് ഇന്ത്യയാണ്. ഇനി രണ്ടാമത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ശ്രീലങ്ക. രണ്ടാമത് ശ്രീലങ്കയാണ്. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിനൊപ്പം തന്നെ മൂന്നാമത് കൂടെ ഓർത്ത് വെക്കുക. മൂന്നാമത് എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളാണ്. മൂന്നാമത് നേപ്പാളാണ്. സോ ഇത്രയും കാര്യം ഓർക്കുക. വേദി പറഞ്ഞു ജാർഖണ്ഡ്, ഭാഗ്യചിഹ്നം ഡാൽമ, മെഡൽ ടേബിൾ ഒന്നാമത് വന്നത് ഇന്ത്യയാണ്, രണ്ടാമത് ശ്രീലങ്കയാണ്, ദെൻ നേപ്പാൾ മൂന്നാമതാണ്. ഇത്രയും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇനി 10th ലെവലിലുള്ള ഒരുപാട് എക്സാംസ് വരാനുണ്ട്. പ്രത്യേകിച്ച്
വെബ്കോ LDC, അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ദെൻ 2027 LDC വരുന്നു. സോ ഇതിനൊക്കെ വേണ്ടി നേരത്തെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് ഓറിയന്റ് ആയിട്ട് ദെൻ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏറ്റവും പുതിയ SCRT ഫാക്ടറുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ. അതിൽ ആദ്യത്തെ എന്താണ് പറഞ്ഞത്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ഇത് റസൂൽ പൂക്കുട്ടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അപ്പോയിന്റ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കും. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ്? 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. സോ അത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? സൂര്യകാന്ത് ആണ്. അപ്പൊ നമ്മുടെ BR ഗവായി എന്ത് ചെയ്തു? അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ കൺഫേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത മാസം അറിയാനായിട്ട് സാധിക്കും. കാരണം BR ഗവായിയുടെ എന്താണ് നിയമനം അല്ലെങ്കിൽ കാലാവധി അടുത്ത മാസം വരെയാണ്. സോ അതിനുശേഷം പുതിയ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും? ചുമതലയേൽക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം പറഞ്ഞു. എവിടെയാണ്? ഒറ്റപ്പാലത്താണ് കേട്ടോ. എവിടെയാ? ഒറ്റപ്പാലത്താണ് വരുന്നത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് പറഞ്ഞു അല്ലെ? ആരാ? ദ്രൗപദി മുർമു. ഇനി യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ APJ അബ്ദുൽ കലാമും. യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? പ്രതിഭ പാട്ടീലുമാണ്. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താ? ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. അത് സൗദി അറേബ്യയിലാണ്. കാരണം 2034 ഫിഫ പുരുഷ വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുക? ഈ പറയുന്ന സൗദി അറേബ്യയിലാണ്. സോ അതിനു മുൻപ് ഈ ഒരു സ്റ്റേഡിയം പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ചുഴലിക്കാറ്റാണ്. അതായത് കാറ്റഗറി 5 വരുന്ന ചുഴലിക്കാറ്റ്. അപ്പോൾ 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് മെലീസ. എന്താണ്? മെലീസ എന്നാണ്. അതിനുശേഷം 4ാമത് സാഫ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഒന്നാമത് വന്നത്. വേദി ജാർഖണ്ഡ് ആയിരുന്നു. ഡാൽമയാണ് ഭാഗ്യചിഹ്നം. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, മെഡിസപ്പ് 2ാം ഘട്ടത്തിന്റെ പ്രീമിയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 500, 610, 999, 810. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ബജറംഗ് സേതു നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? അപ്പോൾ ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 രാഷ്ട്രീയ വിജ്ഞാൻ രത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ജയന്ത് വിഷ്ണു നാർലിക്കർ. ആരാണ്? ജയന്ത് വിഷ്ണു നാർലിക്കർ ആണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിതമായത് ഏത് രാജ്യത്ത് എന്നാണ്? അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ചൈനയാണ്. അപ്പോൾ ചൈനയിലാണ് സ്ഥാപിതമായത്. സോ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയർസ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.